വാർത്താപ്പകൽ. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ. മുംബൈയിൽ ആസാദ് മൈതാനിയിൽ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് പ്രധാനമന്ത്രിയും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ബോളിവുഡ് താരങ്ങളും. മന്ത്രിസഭാ വികസനം പിന്നീട്. സിൽവർ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി റെയിൽ അധികൃതർ. ചർച്ച ആശാവഹമെന്ന് റെയിൽ MD. പദ്ധതിയെ പിന്തുണച്ച് വീണ്ടും മുഖ്യമന്ത്രി. ഭാവി കേരളത്തിനുള്ള ഈടുവെപ്പെന്ന് പിണറായി വിജയൻ. കേന്ദ്രാനുമതി കിട്ടിയാലും പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. വീണ്ടും പ്രതിഷേധം ശക്തമാക്കി സമരസമിതി. യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി നേരിട്ടത് ക്രൂരമർദ്ദനം. കോളേജിൽ യൂണിയൻ റൂമിൽ എത്തിച്ച് SFI പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊടികെട്ടാൻ മരത്തിൽ കയറാത്തതിന്റെ പേരിലാണ് മർദ്ദനമെന്ന് വിദ്യാർത്ഥി. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ കുട്ടികൾക്കും മെഡിക്കൽ പരിശോധന നടത്താൻ തീരുമാനം. 2.5 വയസ്സുകാരിയെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവം പുറത്തുവന്നതിന് പിന്നാലെ സർക്കാർ നടപടി. ശിശുക്ഷേമ സമിതി പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ LDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. രാജ്ഭവനിലേക്കും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ച്. സർക്കാരിനൊപ്പം നിന്ന് പ്രതിപക്ഷത്തെ അഭിനന്ദിച്ച് MV ഗോവിന്ദൻ. കൊടകര കള്ളപ്പണ ഇടപാട് കേസിൽ ഉടൻ കുറ്റപത്രം നൽകുമെന്ന് ED. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും ഹൈക്കോടതിയിൽ. മറുപടി നൽകാൻ EDക്ക് 3 ആഴ്ച സമയം നൽകി ഹൈക്കോടതി. പ്രതിസന്ധി ഒഴിയാതെ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതി. ഹഡ്കോയിൽ നിന്ന് വായ്പയെടുത്താൽ പൊതുകടത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ആശങ്ക. ഈ വർഷം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട വീടുകൾക്ക് അടിയന്തരമായി വേണ്ടത് 700 കോടി. സ്വന്തമായി ഭൂമിയുള്ള വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാനായി കണ്ടെത്തേണ്ടത് 5000 കോടിയിലേറെ രൂപ. പൂജാ ബമ്പർ ലോട്ടറി അടിച്ച് ഭാഗ്യവാനെ കണ്ടെത്തി. 12 കോടി ലഭിച്ചത് കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറിന്. കൊല്ലത്തെ ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്ന് ദിനേശ് എടുത്തത് 10 ബമ്പർ ടിക്കറ്റുകൾ.